കേരളത്തിൽ ഈ അടുത്ത സമയത്ത് നിതിൻ രാജ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം ബാക്ക്വേർഡ് ക്ലാസ്, ആ കുഞ്ഞ് അത് വിദ്യാർത്ഥി ബാക്ക്വേർഡ് ക്ലാസ് ആണ്. അദ്ദേഹത്തെ ആ വിദ്യാർത്ഥിയുടെ പേരൻസ് പറയുന്നത്, അതായത് സ്ട്രോങ് ആയിട്ട് ബേസ് ചെയ്ത് അലിഗേഷനേക്കാളുപരി അത് പ്രൈമ ഫേസി എന്ന് പറയാം, അല്ലാതെ പേരൻസ് ഇത് മറ്റു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിരന്തരമായിട്ട് ആ കോളേജിലെ മാനേജ്മെൻറ്റും ഒരു അധ്യാപകൻ ആയ പ്രൊഫസർ റാം, മറ്റൊരു നമ്പ്യാർ എന്ന് പറഞ്ഞൊരു സ്ത്രീ, സ്ഥിരമായിട്ട് ഈ കുട്ടിയെ ജാതി അധിക്ഷേപങ്ങളും പുഴുത്ത പട്ടിയെ പോലെ ആ രീതിയിലാണ് ഈ വിദ്യാർത്ഥിയെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് പ്രധാനപ്പെട്ട പോയിന്റ്, കേരളം പോലെ സോഷ്യോളജിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ്. ഇതുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. സണ്ണി കാപ്പിത്തോട്ടം, അദ്ദേഹം ഒരു ദളിത് ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങിൽ ഒരു ആദിവാസി കുട്ടിക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടി ലോൺ സാങ്ഷനായി ബാങ്കിൽ പോയ ബാങ്കിലെ മാനേജർ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നിന്റെ ആളുകളെല്ലാം ഇവിടെ പട്ടിണി കിടന്ന് ചാവുന്നു, നീ എന്തിനാ ഇത് വിദ്യാഭ്യാസവുമായിട്ട് UK പോകുന്നത്? ഇത് അദ്ദേഹം ഇത് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ ഒരു പാസ്റ്റർ അനിൽ കൊടിത്തോട്, അദ്ദേഹം ഇതേപോലെ തന്നെ നിരന്തരമായിട്ട് ഈ ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ ജാതീയത, അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും, അതിനെപ്പറ്റി നിരന്തരമായിട്ട് അദ്ദേഹം കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഇനി നമ്മൾ യഥാർത്ഥ കോർ ഇഷ്യൂയിലോട്ട് വരാം. എന്താണ് ഈ കോർ ഇഷ്യൂ? ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈവിൾ, പിശാജ് അല്ലെങ്കിൽ സാത്താൻ എന്ന വാക്കുകളിൽ കേഴ്സ്ഡ്, ശപിക്കപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന ജാതീയതയാണ്. അതങ്ങ് ഹൈ വോൾട്ടേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ സംഘപരിവാറും വിശ്വ ഹിന്ദു പരിഷത്തും RSSും ഇങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് ഹിന്ദു ഉണരണം, ഹിന്ദുവിൻ്റെ ലൈഫ് ഖത്ര, അതായത് വലിയ ഡേഞ്ചറിലാണ്. എന്തിനാണ് ഹിന്ദു ഉണരാൻ പറയുന്നത്? അതായത് വോട്ട് വേണം, അത്രയേ ഉള്ളൂ. അതായത് കീഴ്ജാതിക്കാരനെ കൂടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാലേ ഈ മേൽജാതിക്കാരന് മേളിൽ പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ, അവന് ഭരിക്കാൻ പറ്റത്തുള്ളൂ. ഇതാ അതിൻ്റെ കാരണം. അല്ലാതെ കീഴ്ജാതിക്കാരനോട് 1% പോലും താല്പര്യമില്ലാത്തവരാണ് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിലെ വലിയൊരു വിഭാഗവും. RSSൻ്റെ ഒരു സീനിയർ നേതാവ് പറഞ്ഞാണ്, RSSന് വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് ഈ ജാതീയത. പക്ഷെ ഒരു കാരണവശാലും അതിൻ്റെ ഒരു കോർ ഗ്രൂപ്പുണ്ട്, അവരൊരു കാരണവശാലും ഇത് അടുപ്പിക്കത്തില്ല. കാരണം അവർക്ക് ഈ സനാതന ധർമ്മവും ഈ പറയുന്ന ഹിന്ദു മൂല്യങ്ങളും 5000 വർഷങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അവർക്ക് ഈ കീഴ്ജാതിക്കാരനും ബാക്ക്വേർഡ് ക്ലാസ്സിനെയും അതേപോലെ ചവിട്ടി ഒതുക്കി താഴെ കളയണം. അത് അവരുടെ അജണ്ടയാണ്. കാരണം അല്ലെങ്കിൽ അവർക്കറിയാം, ഈ കീഴ്ജാതിക്കാരൻ എഡ്യൂക്കേഷൻ കിട്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ജോലി പോകുന്നത് ഇവൻ്റെയൊക്കെയാണ്. അതായത് പവർ പൊളിറ്റിക്സിൽ നിന്ന് അവരില്ലാതായി മാറും, ഇന്ത്യയുടെ ഭരണം കയ്യിൽ നിന്ന് മാറും. കാരണം ഇവരാകെ 7-8% ഉള്ള, ബാക്കി മുഴുവൻ ഇവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സും ഈ പറയുന്ന SC ആൻഡ് ST ഒക്കെയാണ്. അവർക്കത് കൃത്യമായിട്ടറിയാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ HRD മിനിസ്ട്രിയിൽ UGC നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് കൊണ്ടുവരാൻ കാരണം എന്താ? കാരണം ഇന്ത്യയിലെ സർവകലാശാലയിലെ കണക്കെടുത്ത് നോക്കുക, കഴിഞ്ഞ 7-8-9 വർഷമായിട്ട് ഏകദേശം 1 ലക്ഷം കുട്ടികളാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു ഭാഗവും ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് ആണ്. ഈ കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? ഇതിനേക്കാളും ഭീകരമാണ്. ചെറിയതല്ല ഇത്. കേരളത്തിൽ ഇരുന്ന് കാണുന്ന പോലൊന്നുമല്ല, വളരെ ഭീകരമായ സ്ഥിതിയാണ് നോർത്ത് ഇന്ത്യയിൽ. കാരണം ഹിന്ദുവിലെ അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് കൃത്യമായിട്ടറിയാം, വരാൻ പോകുന്ന വർഷങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് ഗ്രിപ്പ് പോവുകയാണ്. അതിൻ്റെ പേരിലാണ് അവർ ഈ പറയുന്ന മതപരിവർത്തന നിയമം, ആ നിയമം, ഈ നിയമം, ഇതൊക്കെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നത്.
എന്താ അതിൻ്റെ കാരണമെന്ന് നിങ്ങൾക്ക് പിടികിട്ടിക്കാണും. അതായത് ഈ പറയുന്ന നിതിൻ രാജിൻ്റെ കുടുംബം, അതായത് അമ്മയും അപ്പനും പറയുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അവർ നാളെ ഈ അപ്പനും അമ്മയും അവരുടെ കുടുംബവും നാളെ അങ്ങ് ക്രിസ്ത്യാനിയാവുകയാണെന്ന് വിചാരിക്കുക. അവർ പോയത് ഈ പറയുന്ന അരിയോ അതായത് റൈസ് ബാഗിനോ ഇതിനു വേണ്ടിയാണോ പോകുന്നത്? അവർ പോകുന്ന അവർ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിന് വേണ്ടിയാണ് പോകുന്നത്. ഇത്രയും നാളും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് അവർക്ക് നീതി ലഭിച്ചില്ല, അതായത് ജസ്റ്റിസ് കിട്ടിയില്ല, അതുകൊണ്ട് അവർ മാറിപ്പോയി. ഇത് തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റി ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞു നടക്കുന്ന TP സെൻകുമാർ എന്ന് പറയുന്ന പഴയ DGP അത് വലിയൊരു വീഡിയോ ഇറക്കി, നിങ്ങൾ കണ്ടു കാണും. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സിന് സീറ്റ് കൊടുത്ത് നീ നിന്റെ ജോലി നോക്ക്. അതായത് കേരളത്തിലെ ഇന്ത്യയിലെ സോഷ്യോളജിയെ പറ്റി ഒരു കുണ്ടും അറിയാത്തവനാണ് ഇവൻ. അത് അയാളുടെ കാര്യം നോക്കുക. ആദ്യം ഹിന്ദുവിനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഈ പറയുന്ന കേരളത്തിൽ നടക്കുന്ന ഇഷ്യൂവിന് എന്താ അതിൻ്റെ റീസൺ പറയാം. എന്തുകൊണ്ടതുണ്ടായി? എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ബാക്ക്വേർഡ് ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഇതേപോലെയുള്ള പ്രശ്നമുണ്ടായത്? അതിനെപ്പറ്റി ആദ്യം ഒന്ന് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ഉണ്ടാക്കാൻ പോന്നി. അതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ത്യയിലെ പ്രധാന കോർ ഇഷ്യൂ അങ്ങ് വിട്ടുകളയുകയാണ്. അതായത് ഇന്ത്യ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന എല്ലാവരും കൂടെ ഉൾക്കൊള്ളുന്നതാണ്. നിങ്ങൾ ആദ്യം ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ബാക്ക്വേർഡ് ക്ലാസ്സിനെയും അതേപോലെ SC ആൻഡ് ST അവരെ നിങ്ങളൊന്ന് ഉൾക്കൊള്ളുക. അത് കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ മതപരിവർത്തനം നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും, പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കും. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറല്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം നിങ്ങൾ പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. എവിടെ പോയി വിശ്വ ഹിന്ദു പരിഷത്ത്? എപ്പോഴും കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കേരളത്തിലെ മതപരിവർത്തനം ഘർ വാപ്പസിയൊക്കെ നടത്തുന്ന കക്ഷികളാണല്ലോ. എവിടെ പോയി? ഈ സംഭവം ഉണ്ടായി ഇത്രയും ദിവസമായി മിണ്ടാട്ടമില്ല. ഇതേ ഉള്ള അതിൻ്റെ കാര്യം. ഇതാണ് ഇന്ത്യയിൽ ആകമാനം നടക്കുന്നത്. അതായത് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല. അവൻ സോഷ്യോളജിയിലും സോഷ്യൽ സ്റ്റാറ്റസിലും അവൻ മുന്നോട്ട് പോകാൻ പാടില്ല. അവൻ്റെ ലൈഫ് ഇങ്ങനെ കീഴാളനായിട്ട് ഇങ്ങനെ ജീവിക്കുക. അവനെ മാറ്റിയെടുക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അത് കാണുമ്പോഴാണ് ഇവർക്ക് ചൊറിച്ചിലുണ്ടാവുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ പേരിൽ തന്നെയാണ് സംഘപരിവാർ BJP ഗവൺമെൻറ്റും ഒക്കെ ഹിന്ദി 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 എന്ന് പറയുകയറി വരുന്നത്. എന്തുകൊണ്ട് ഹിന്ദി? കാരണം ഹിന്ദി എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവൻ്റെ ലൈഫ് എവിടെ എത്തത്തില്ല. ഇതാണ് അതിൻ്റെ കാര്യം. ഇതാണ് അതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഭാഷ, ഒന്ന് ജാതി, ഒന്ന് ജാതീയത. ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനെയും SC ആൻഡ് ST അടിച്ചമർത്തുക. അത് ഇന്ത്യയിൽ സാധ്യമല്ല. അത് കൃത്യമായിട്ട് മോദി ഗവൺമെൻറ്റിനും അറിയാം. അത് ഇന്ത്യയിൽ ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനിടയ്ക്ക് വലിയൊരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെൻറ്റിനെ എതിർക്കാൻ വേണ്ടി പല BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയ പല ബില്ലുകൾ ഓരോ ദിവസവും ഓരോ ബില്ലുകളാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് FCRA വരുന്നു, ആ ബില്ല് വരുന്നു, ഈ ബില്ല് വരുന്നു, മതപരിവർത്തനം ആ നിയമം വരുന്നു, ഹൗസ് ചർച്ചകൾ ബാൻ ചെയ്യാനുള്ള ബില്ല് വരുന്നു. പേടിയായത് ഭയന്ന് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കേരളത്തിൽ ഈ നിതിൻ രാജിൻ്റെ ഇഷ്യൂ, രോഹിത് വെമുലയുടെ ഇഷ്യൂ അറിയാം. അതേപോലെ ഇഷ്ടംപോലെ ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇതൊന്നും പലതും മീഡിയ കാണുന്നില്ല. ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഡോമിനേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പുറത്തൊന്നും അറിയാത്തത്. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പർ ലെവലിൽ നിന്നോണം. അവരായിരിക്കും എല്ലാം നോക്കുന്നത്. അവരുടെ അടിയിലായിരിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സിസ്റ്റം പ്രവർത്തിക്കേണ്ടത്. സിവിൽ സർവീസിൽ നിന്ന് പോലും, അതായത് ഇന്ത്യയിൽ പവർഫുൾ ആയിട്ടുള്ള സിവിൽ സർവീസ് ആണെങ്കിൽ പോലും അവിടുന്ന് പോലും അപ്പർ കാസ്റ്റിന് ഈ പറയുന്ന പോലെ പഴയ പോലെ കയറാൻ പറ്റുന്നില്ല. കാരണം ലോവർ ക്ലാസ്, അതായത് ബാക്ക്വേർഡ് ക്ലാസ്, അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. കാരണം അവർക്ക് റിസർവേഷൻ, അവർ കയറി വരാം. കാരണം ഇത്ര സീറ്റേ ഉള്ളൂ. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ അവിടെയൊക്കെ നിങ്ങൾക്ക് ആ പ്രസൻസ് ഉണ്ടാക്കാൻ കഴിയും ഈസി ആയിട്ട്. ആരാണ് നിയന്ത്രിക്കുന്നത്? കാരണം ഇവരുടെ കയ്യിൽ നിന്നും ഇന്ത്യയിലെ പല ഓഫീസുകളുടെ അഡ്മിനിസ്ട്രേഷൻ്റെയും നിയന്ത്രണങ്ങൾ പോവുകയാണ്. ഇതാണ് അതിൻ്റെ കാരണം.
BJP പോലും പലയിടത്തും, അത് എനിക്കറിയാവുന്ന വസ്തുതയാണ്, BJPയുടെ പല സീനിയർ ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് ലീഡേഴ്സിന് യോഗി ആദിത്യനാഥിനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഒരു OBC ആണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് OBCക്കെതിരെ ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണം മോദിക്കെതിരെയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും ഈ പറയുന്ന BJPയുടെ നരേറ്റീവ്സ്, കള്ളത്തരങ്ങളൊക്കെ എഴുതി വിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അപ്പർ കാസ്റ്റുകളാണ്. അവരാണ് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത്, പഴയ ജേർണലിസ്റ്റും ഇപ്പോഴത്തെ ജേർണലിസ്റ്റുകളും. ഇവർ കഴിഞ്ഞിടയ്ക്ക് മോദിക്കെതിരെ ഏറ്റവും കൂടുതൽ പറയാൻ കാരണമുണ്ട്. ഈ പറയുന്ന UGC മറ്റ് പലയിടത്ത് ഇവർക്ക് ഈ അപ്പർ കാസ്റ്റിന് പ്രാതിനിധ്യമില്ലാതായി. അതാണ് കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. പലയിടത്തും ഇവരുടെ കൺട്രോളിലല്ല ഈ കാര്യങ്ങൾ ഇനിയും പോകുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുമാറുകയാണ്. വലിയ മൂവ്മെൻ്റ് ആയിരുന്നല്ലോ ഘർ വാപ്പസി, അതങ്ങ് പൊളിഞ്ഞു പോയി. വലിയ രീതിയിലുള്ള നിയമങ്ങളാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശിലും ഒക്കെ കൊണ്ടുവന്നത്. അവിടെയൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്സ്, അതായത് ഭീം ആർമിയുടെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോൾ ബജറാങ് ദൾ പുറകിലോട്ട് പിന്മാറി. പിന്നീട് കൊണ്ടുവന്ന് അടുത്ത നിയമം കൊണ്ടുവരും ഛത്തീസ്ഗഡിൽ. അങ്ങനെ ഇഷ്ടം നിയമം, ഓരോ ദിവസവും ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇതൊന്നും കണ്ട് പുറമോട്ട് മാറത്തില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അടുത്ത റവല്യൂഷൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ വക്കത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അത് ഏത് രീതിയിൽ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് പറയാൻ പോലും കഴിയത്തില്ല. കാരണം അവരൊരിക്കൽ തെരുവിലിറങ്ങും. ആ തെരുവിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചവൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല. അവൻ ഭരണവും കൊണ്ടേ വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഈ സ്ഥിതിയാണ് കാരണം. അതാണ് ഇവിടുത്തെ അപ്പർ കാസ്റ്റിന് ഏറ്റവും കൂടുതൽ ഭയം. ഇന്നത്തെ പുതിയ ജനറേഷൻ പോലും, വിദേശത്തൊക്കെ പഠിക്കുന്നവർക്ക് പോലും, അവർ ഈ പറയുന്ന അവരുടെ പേരൻസും മറ്റുള്ളവരൊക്കെ പറയുന്ന ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന് വളരെ എതിരാണ്. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഒരു മിത്തോളജിക്കകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ, അതായത് ഒരു ദൈവിക എന്ന സംഭവം തന്നെയാണ് ഈ കാസ്റ്റ് എന്ന് പറയുന്ന സാധനം. അതൊന്ന് പൊളിഞ്ഞു വീഴും. ആ മിത്തോളജി എന്ന് തകരുന്നു. അത് തകർന്നാൽ മാത്രമേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ.